ഹലോ റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രെസ്ലാഷസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള കേക്കുകളിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു ട്രെസ്ലാഷസ് കേക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ആ കപ്പിലോട്ട് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പ് നിറയെ നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ബാക്കി മൈദപ്പൊടിയുമാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഇനി ഞാനിവിടെ 2 മുട്ട സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിച്ച പഞ്ചസാര ഒരു ഹാഫ് ആക്കിയിട്ട് 2ലോട്ടും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ള ഒന്ന് പതപ്പിച്ച് വെക്കാം. പഞ്ചസാരയുടെ ഒരു ഹാഫ് ഭാഗം ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് പിസ്ത എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പിസ്ത എസൻസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കാവേ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയും കൂടെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അത് നന്നാക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഒരേ സൈഡിലോട്ട് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ പൊടി മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽ 1/2 കപ്പിൽ ഇതാ ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആവണമെന്നേ ഉള്ളൂ. പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ പാലിൻ്റെ അളവ് ചേഞ്ച് ആവാം. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെ ആക്കുന്ന പോലെ പാല് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ വെള്ള കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ചതാണ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഈർക്കിൾ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാനാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ പാനിലോട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റോളം മതിയാവും കേട്ടോ. മാക്സിമം 30 മിനിറ്റ് മതിയാവും. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിന് മുമ്പേ നമുക്ക് സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. കണ്ടില്ല, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു അടുപ്പിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അവിടെ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ടുള്ള ക്രീമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, തണുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള പാല് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് വെറ്റ് ചെയ്യാനുള്ള പാലാണ് കേട്ടോ, മിക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്, നല്ല തിക്കായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലോട്ട് വേണ്ടത് പിസ്ത എസൻസ് ആണ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നോക്കിയപ്പോൾ മധുരം ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂണും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇനി നമ്മുടെ കേക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് അതിന് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാല് ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് വെറ്റ് ചെയ്യുന്ന പോലെ അല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് പാല് വേണം, നന്നായിട്ട് മുങ്ങി കിടക്കണം കേട്ടോ പാലിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് അവസാനം നമ്മൾ കേക്കിന് മുകളിലൂടെ ഒഴിക്കാൻ തന്നെയാണ്. അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഇതിലൂടെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലൂടെ ആയിട്ട് ചെറിയൊരു ക്രീമിൻ്റെ ഒരു ഡെക്കറേഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്രീം ഉണ്ടാക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീം കൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി ഇതിലോട്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് മുകളിൽ. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പിസ്തയും ബദാമും കൂടെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ചെറീസ് ആണ് കേട്ടോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചെറീസും ഞാനിതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പാലുണ്ടല്ലോ അത് ഇതിന് മുകളിലൂടെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്രെസ്ലെഷ്യസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അതുവരേക്കും ബൈ.